ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് എക്സ്പെൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഡിഫേർഡ് ടാക്സ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് പേയബിൾ ഇൻ ദ ഫ്യൂച്ചറിനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിപ്രിസിയബിൾ എമൗണ്ട് ഓഫ് എ ഡിപ്രിസിയബിൾ അസറ്റ്, ഒരു എമൗണ്ടിൻ്റെ ഡിപ്രിസിയബിൾ ഏത് അസറ്റ് ആയിക്കോട്ടെ, ഏതൊരു അസറ്റിൻ്റെയും എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു അസറ്റിൻ്റെ ഡിപ്രിസിയബിൾ വാല്യൂ ആണ് കാണേണ്ടത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിപ്രിസിയബിൾ എമൗണ്ട് ഓഫ് എ ഡിപ്രിസിയബിൾ അസറ്റ് എത്രയാണ്? 1,00,000 എന്താണ് 90,000 ആണ്. ഇതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? 1,75,000 ആണ് ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഡിപ്രിസിയബിൾ എമൗണ്ടിനെ മറ്റൊരു പേരാണെന്ത്? ഡിപ്രിസിയബിൾ എമൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്രിസിയബിൾ എമൗണ്ടിൻ്റെ മറ്റൊരു പേരെന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് എക്സ്പെൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഡിഫേർഡ് ടാക്സ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് പേയബിൾ ഇൻ ദ ഫ്യൂച്ചറിനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിപ്രിസിയബിൾ എമൗണ്ട് ഓഫ് എ ഡിപ്രിസിയബിൾ അസറ്റ്, ഒരു എമൗണ്ടിൻ്റെ ഡിപ്രിസിയബിൾ ഏത് അസറ്റ് ആയിക്കോട്ടെ, ഏതൊരു അസറ്റിൻ്റെയും എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു അസറ്റിൻ്റെ ഡിപ്രിസിയബിൾ വാല്യൂ ആണ് കാണേണ്ടത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിപ്രിസിയബിൾ എമൗണ്ട് ഓഫ് എ ഡിപ്രിസിയബിൾ അസറ്റ് എത്രയാണ്? 1,00,000 എന്താണ് 90,000 ആണ്. ഇതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? 1,75,000 ആണ് ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഡിപ്രിസിയബിൾ എമൗണ്ടിനെ മറ്റൊരു പേരാണെന്ത്? ഡിപ്രിസിയബിൾ എമൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്രിസിയബിൾ എമൗണ്ടിൻ്റെ മറ്റൊരു പേരെന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയും. അപ്പോൾ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ടിനെയാണ് ഡിപ്രിസിയബിൾ എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ക്യാരിയിങ് എമൗണ്ട് അല്ലെങ്കിൽ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസറ്റിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങണ നേരത്ത് അതിൻ്റെ ഇനീഷ്യൽ ടൈമിൽ എന്തായിരിക്കും? ഒരു എമൗണ്ട് വരും അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അധികം എന്താണ് ഒരു പീരീഡ്, അതായത് ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിലൊക്കെ ആയിരിക്കും നമ്മളിത് വാങ്ങുക. അസ്യൂം ചെയ്യുക ബിഗിനിങ്ങിൽ വാങ്ങുക. അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ഇയറിൻ്റെ എൻഡായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻഡാവണ നേരത്തെ പിന്നെ ഈ വാല്യൂ അല്ല ഇതിനുള്ളത് അല്ലേ? ഇത്രയും ടൈം നമ്മളെ കൂടെ ഈ സാധനം ഏത് അസറ്റ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്
ഡിപ്രിസിയേഷൻ സംഭവിക്കും. ഓക്കെ അല്ലേ? നമുക്ക് പിന്നെ അതിൻ്റെ വാല്യൂവിൽ എന്ത് വരും? വാല്യൂ വിൽ ഡിപ്രിസിയേറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് എൻഡ് ആവുന്ന നേരത്ത്, ഇയറിൻ്റെ എൻഡ് ആവുന്ന നേരത്ത്, ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ എന്താണ് ഈ എമൗണ്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഈ പറയുന്ന ഡിപ്രിസിയേഷൻ അങ്ങ് കുറയ്ക്കുക. എമൗണ്ടിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച സാധനത്തിൻ്റെ പേരാണെന്ത്? ഒന്നുകിൽ ഈ പറയുന്ന ക്യാരിയിങ് എമൗണ്ട്, അല്ലെങ്കിൽ എന്ത് ഡിപ്രിസിയബിൾ എമൗണ്ട്. ഇത് ഏതെങ്കിലും ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ എന്താണ് ഇത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാ കൊടുത്തിരിക്കുന്നത്. അതായത് 2016 കൊടുത്തിട്ടുണ്ട്, 2017 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2016 എത്രയാണ്? 2016 അത് ബിഗിനിങ് അല്ലേ? 2016 തുടങ്ങുന്നത്. 2017 എന്താണ്? അത് എൻഡാണല്ലേ, ഒരു പീരീഡിൻ്റെ എൻഡ് അല്ലേ? 2016 മുതൽ 17 വരെയുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും താഴെ വരുന്നത് അല്ലെങ്കിൽ എന്താണ് ലേറ്റ് ആയിട്ട് വരുന്ന ഇയറിനെയാണ് നമ്മൾ എൻഡിങ് പീരീഡ് ആയിട്ടും, ഏർലി ആയിട്ട് വരുന്ന ഇയറിനെ നമ്മൾ എന്താണ് ബിഗിനിങ് പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി ബിഗിനിങ് എത്ര അവിടെ വരുന്നത്? ഡിപ്രിസിയബിൾ എമൗണ്ട് 1 lakh. ഓക്കെ, ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി ബിഗിനിങ് എത്രയാണ്? 1 lakh ആണ്. അതിവിടെ എഴുതുക നമ്മൾ 1 lakh. ഓക്കെ, അത് എഴുതി 1 lakh. അത് കഴിഞ്ഞിട്ട് ടാക്സ് ബേസ് അറ്റ് ദി ബിഗിനിങ്, ടാക്സ് ബേസ് ഓഫ് ഡിപ്രിസിയബിൾ അസറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ടാക്സ് ബേസ് ഓഫ് ഡിപ്രിസിയബിൾ അസറ്റ് അറ്റ് ദി ബിഗിനിങ് എത്രയാണ്? 2016 1 lakh. അതും ഇവിടെ 1 lakh എന്ന് എഴുതുക. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇഫ് ഡിപ്രിസിയബിൾ എമൗണ്ട് ഈസ് മോർ ദാൻ ടാക്സ് ബേസ്, ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, അപ്പോൾ എന്താണ് ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഇവിടെ വരുന്നത് ലയബിലിറ്റി ആയിട്ടാണ് അതിനെ പരിഗണിക്കേണ്ടത്. ഓക്കെ, ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ലയബിലിറ്റി ആണ്. ടാക്സ് ബേസ് ഡിപ്രിസിയബിൾ എമൗണ്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അസറ്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇതൊരു റൂളാണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ സാധനം ടാക്സ് ബേസിനെക്കാട്ടിയും കൂടുകയാണെങ്കിൽ നമ്മളതിനെ ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കുക, അല്ലെങ്കിൽ ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടിയും കുറയുകയാണെങ്കിൽ നമ്മളതിനെ അസറ്റായിട്ടും പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ടാക്സ് കൂടുതൽ നമ്മുടെ അടുത്ത് വാങ്ങി എന്നുള്ളതായത് കൊണ്ടാണ് എന്ത് അസറ്റായിട്ട് പരിഗണിക്കുന്നത്. കാര്യം വരും വർഷങ്ങളിൽ ആ ടാക്സ് നമുക്ക് കുറച്ച് തരും എന്നുള്ളൊരു അനുമാനം നമുക്കുള്ളത് കൊണ്ട് എന്താണ് ടാക്സ് ബേസ് കൂടി പോകാന്ന് പറഞ്ഞാൽ നമ്മളോട് ടാക്സ് കൂടുതൽ വാങ്ങി. മനസ്സിലായില്ലേ? ഒരു അസറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ അതിന് ചാർജ് ചെയ്യുക. ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ചിലവാണ്. ഓക്കെ, അപ്പോൾ ടാക്സിൽ എന്താണ് കൂടുതൽ നമ്മൾ എന്താണ് ആ ടാക്സ് ബേസ് കൂടിക്കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ചിലവ് അത് വർദ്ധിച്ചു. അതുകൊണ്ട് എന്താണ് അത് ഭാവിയിൽ എന്താണ് ആ ടാക്സ് അതോറിറ്റീസ് നമുക്ക് റീപേ ചെയ്യുന്നുള്ളൊരു അനുമാനമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ അസറ്റായിട്ട് പരിഗണിക്കുന്നതും. ഓക്കെ, ഇതിന് നേരെ റിവേഴ്സ് വരുമ്പോഴാണ് ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് മാത്രം ഓർത്ത് വെക്കുക. ഡിപ്രിസിയബിൾ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ലയബിലിറ്റിയും ടാക്സ് ബേസ് കൂടിക്കഴിഞ്ഞാൽ അസറ്റായിട്ടും എന്താണ് പരിഗണിക്കും. ഇപ്പോൾ ഇവിടെ രണ്ടും എന്താണ് ബിഗിനിങ്ങിൽ രണ്ടും ഈക്വലാണ്. ഇതും 1 lakh ഇതും 1 lakh. അപ്പം എന്തില്ല, ബിഗിനിങ്ങിൽ ഒരു ലയബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു അസറ്റോ വരുന്നില്ല. ഓക്കെ, ബിഗിനിങ്ങിൽ ദർ ഇസ് നോ ലയബിലിറ്റി ഓർ അസറ്റ്. ഇനി അറ്റ് ദി എൻഡ് നോക്കാം. അറ്റ് ദി എൻഡിൽ കണ്ടോ ഡിപ്രിസിയബിൾ എമൗണ്ട് ഓഫ് ഡിപ്രിസിയബിൾ അസറ്റ് ഓൺ 2016, അതായത് ബിഗിനിങ് നമ്മൾ എഴുതി കഴിഞ്ഞ് ആസ് ഓൺ 2017, ആസ് ഓൺ 2017 എത്രയാണ്? 90,000. 90,000. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ആസ് ഓൺ ടാക്സ് ബേസ് ആസ് ഓൺ 2017 എത്രയാണ്? 75,000. അപ്പോൾ ഇവിടെ ഏതാ കൂടുതൽ? ഡിപ്രിസിയബിൾ എമൗണ്ട് ആണോ അല്ലെങ്കിൽ ടാക്സ് ബേസ് ആണോ? ഏതാ കൂടുതൽ? ഇവിടെ ഡിപ്രിസിയബിൾ എമൗണ്ട് ആണ് കൂടുതൽ. അതുകൊണ്ട് ടാക്സ് അസറ്റ് അല്ല, ഇവിടെ ടാക്സ് ലയബിലിറ്റി ആണ്. എത്ര വരുന്നത്? 15,000 ആണെന്ത്
ടാക്സ് ലയബിലിറ്റി. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. എത്ര ടാക്സ് റേറ്റ് കൊടുത്തിരിക്കുന്നത്? ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 30% ആണ് ടാക്സ് റേറ്റ്. അപ്പോൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി അറ്റ് ദ റേറ്റ് 30%. എന്തിൻ്റെ 30%? ഈ ലയബിലിറ്റീൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ 15,000 എഴുതുക ഇൻറ്റു 30% ഈക്വൽ ടു 4,500 വിൽ ബി ദ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി 4,500. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ ടാക്സ് അസറ്റ്. Either it could be tax liability or it could be tax asset. For the year 2016-17, assume the tax rate is 30%. Okay. അപ്പോൾ depreciable amount on 31st March 2016 കൊടുത്തിട്ടുണ്ട്. It is the depreciable amount at the beginning amount കൊടുത്തു. അത് കഴിഞ്ഞ് depreciable amount as on 31st March 2017 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ depreciable amount at the end കൊടുത്തു. ടാക്സ് ബേസും at the beginning കൊടുത്തിട്ടുണ്ട്, ടാക്സ് ബേസും അറ്റ് ദി എൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളോട് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്കിൽ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് കുറച്ചും കൂടി നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ എന്താണ് അറ്റ് ദി ബിഗിനിങ് എഴുതി, എന്താണ് ഡിപ്രിസിയബിൾ എമൗണ്ട് എഴുതി, ടാക്സ് ബേസ്, പിന്നെ എന്താണ് അപ്പോൾ കിട്ടാൻ പോകുന്ന ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ എന്ന് അറിയാം. പിന്നെ എന്താണ് അതിൻ്റെ ഡിഫേർഡ് ടാക്സ്, അതേപോലെ തന്നെ അറ്റ് ദി എൻഡിൻ്റെത് എഴുതി, എന്നിട്ട് എന്താണ് ടോട്ടൽ ഡിഫേർഡ് ടാക്സ് ആണോ ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ എന്താണ് ഈ ആൻസറിലേക്ക് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി ബിഗിനിങ് എത്രയാണ്? 4,30,000. ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി ബിഗിനിങ് എത്രയാണ്? 4,30,000 ആണ്. ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി എൻഡ് എത്രയാണ്? 4,20,000. 4,20,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടാക്സ് ബേസ് അറ്റ് ദി ബിഗിനിങ് 4,25,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടാക്സ് ബേസ് അറ്റ് ദി എൻഡ് എത്രയാണ്? 4,10,000. ഇനി അറ്റ് ദി ബിഗിനിങ്ങിൽ ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നോക്കണം നമുക്ക്. അപ്പം എന്താ അതിൻ്റെ റൂൾ എന്താ? ഇഫ് ഡിപ്രിസിയബിൾ അസറ്റ് ഈസ് മോർ ദാൻ ടാക്സ് ലയബിലിറ്റി ഇറ്റ് കുഡ് ബി ലയബിലിറ്റി. ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കുക. നേരെ മറിച്ച് ടാക്സ് ബേസ് ഡിപ്രിസിയബിൾ എമൗണ്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അസറ്റായിട്ട് പരിഗണിക്കുക. ആദ്യ കേസിൽ നോക്കാം, ഇതാണ് കൂടുതൽ. രണ്ടാമത്തെ കേസിലും ഡിപ്രിസിയബിൾ എമൗണ്ട് തന്നെയാണ് കൂടുതൽ. സോ ഇൻ ബോത്ത് കേസസ് ലയബിലിറ്റി ആണ്, എന്തല്ല അസറ്റ് അല്ല. രണ്ട് കേസിലും എന്തല്ല അസറ്റ് അല്ല. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എഴുതി വെക്കുക. എത്ര ഡിഫറൻസ് ഇവിടെ വരുന്നത്? ഇവിടുത്തെ ഡിഫറൻസ് 5,000. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 10,000 ഡിഫറൻസ് വരുന്നത്. 10,000 ഡിഫറൻസ്. അപ്പോൾ രണ്ടും എന്താണ്? ബോത്ത് ആർ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്താണ്? ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. ഈ 5,000ൻ്റെ 30% കണ്ടിട്ട് ഇവിടെ എഴുതുക. എത്ര വരും 30%? 5,000ൻ്റെ 30% 1,500 വരും. അതേമാതിരി 10,000ൻ്റെ 30% 3,000 വരും. 10,000ൻ്റെ 30% 3,000 വരും. രണ്ടും ലയബിലിറ്റിയാണ്. അപ്പം എന്താണ്? ടോട്ടൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് അല്ല,
liability will be 4,500. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ ഡിഫേർഡ് ടാക്സ് അസറ്റ് അസ്യൂമിങ് ദ ടാക്സ് റേറ്റ് ഈസ് 30%. കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇത് ഡിഫേർഡ് ടാക്സ് അസറ്റ് ആണോ അല്ലെങ്കിൽ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ എന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ തന്നിരിക്കുന്ന പെർട്ടിക്കുലേഴ്സിൽ നിന്ന് എത്ര ടാക്സ് റേറ്റ് 30%. അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതി വെക്കുക. അറ്റ് ദി ബിഗിനിങ്ങിൽ ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി ബിഗിനിങ് എവിടെ എത്രയാണ്? 3,10,000. ഡിപ്രിസിയബിൾ എമൗണ്ട് അറ്റ് ദി എൻഡ് എത്രയാണ്? 2,60,000. അപ്പോൾ ആദ്യം തന്നെ അത് എഴുതി വെക്കുക. അറ്റ് ദി ബിഗിനിങ് 3,10,000, അടുത്തത് 2,60,000. ടാക്സ് ബേസ് അറ്റ് ദി ബിഗിനിങ് കൊടുത്തിട്ടുണ്ട്, ടാക്സ് ബേസ് അറ്റ് ദി എൻഡും കൊടുത്തിട്ടുണ്ട്. അറ്റ് ദി ബിഗിനിങ് എത്രയാണ്? 3,30,000. അറ്റ് ദി എൻഡ് 2,35,000. ഇവിടെ 3,30,000, ഇവിടെ 2,35,000. 2,35,000. ആ റൂൾ നമുക്കൊന്നും കൂടി നോക്കാം. ഡിപ്രിസിയബിൾ എമൗണ്ട് ടാക്സ് ബേസിനെക്കാട്ടും കൂടിയാൽ ലയബിലിറ്റി ആണ്. ടാക്സ് ബേസ് ഡിപ്രിസിയബിൾ എമൗണ്ടോട് കൂടിയാൽ അസറ്റാണ്. ആദ്യ കേസിൽ ടാക്സ് ബേസ് ആണ് ഡിപ്രിസിയബിൾ എമൗണ്ടിനെക്കാട്ടും കൂടുതൽ. എത്ര കൂടുതലുള്ളത്? 20,000 ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത് ലയബിലിറ്റി അല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അസറ്റ്. ഓക്കെ, ഡിഫേർഡ് അല്ലെങ്കിൽ എന്താണ് ടാക്സ് അസറ്റാണ് അത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 20,000-ൻ്റെ 30% കാണുക, എത്ര വരും? 6,000 വരും. അത് കഴിഞ്ഞ് അടുത്തത് അറ്റ് ദി എൻഡിൽ ഡിപ്രിസിയബിൾ എമൗണ്ട് ആണ് ടാക്സ് ബേസിനെക്കാട്ടും കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മാതിരി തന്നെയാണ്. അപ്പോൾ എത്ര വരും എമൗണ്ട്? 25,000 ആണ്. അത് ടാക്സ് ലയബിലിറ്റി ആണ്. ഇതാണ് ഡിപ്രിസിയബിൾ എമൗണ്ട് ആണ് ടാക്സ് ബേസിനെക്കാട്ടും കൂടുതൽ. ഓക്കെ, എത്ര വരുന്നത്? 25,000 ആണ് വരുന്നത്. അപ്പോൾ ഈ 25,000-ൻ്റെ 30% ഇവിടെ കാണാം. 30% വരുമ്പോൾ അത് ഓൾമോസ്റ്റ് 7,500. 500 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ഏതാ കൂടുതൽ? ഇത് ഡിഫേർഡ് ടാക്സ് അസറ്റാ അല്ല, ഇത് അസറ്റാ. ഇത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയാ. ഇപ്പോൾ കൂടുതൽ എന്താണ്? ലയബിലിറ്റിയാണ്. അപ്പോൾ ഡിഫേർഡ് ടാക്സ് എന്താണ്? ഒന്നിൽ നിന്ന് കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ്? 7,500-ൽ നിന്ന് 6,000 കുറയ്ക്കുക. 7,500-ൽ നിന്ന് 6,000 കുറച്ചാൽ എത്ര കിട്ടും? 1,500 ആണ് ഡിഫേർഡ് ടാക്സ്. ഓക്കെ, ലയബിലിറ്റി. കാര്യം എന്താണ്? ലയബിലിറ്റി ആണ് അസറ്റിനെക്കാട്ടും കൂടുതൽ. ഇൻ കേസ് ഇവിടെ 6,000 ഇവിടെ 5,000 വരികയാണെങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ഡിഫേർഡ് ടാക്സ് അസറ്റ് നേടും. ഓക്കെ.